ഷാലോം അല്ലേ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ പുതിയൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബക്കറ്റ് ചിക്കൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരുപാട് നല്ല വൈറലായ സാധനമായിരുന്നു ബക്കറ്റ് ചിക്കൻ യൂട്യൂബിലൊക്കെ. അപ്പോൾ ഇത് അതുപോലത്തെ ഒരു ഐറ്റമാണ്. ഇതിൻ്റെ പേര് ഊഞ്ഞാൽ ചിക്കനാണ്. ബക്കറ്റല്ല ഇതിൽ യൂസ് ചെയ്യുന്നത്, പകരം വേറെ കുറച്ച് സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് കാണാം. അപ്പോൾ നമുക്ക് വീട് മറ്റ് പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് അവിടെ നിന്ന് അതിനുള്ള സാധനങ്ങളെല്ലാം ശേഖരിക്കാൻ പറ്റും. ഞാനിവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് എന്താ പറയുക, സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് വടിയും സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ വടി, സാധനങ്ങൾ, പിന്നെ ഒരു വാഴയില, പിന്നെ കുറച്ച് ഫോയിൽ പേപ്പർ, പിന്നെന്താ വേണ്ടേ, പിന്നെ കുറച്ച് കെട്ടുകമ്പി വേണം. ഇതൊക്കെ എന്തിനാണെന്നുള്ളത് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് സർപ്രൈസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ളൊരു പറമ്പാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഊഞ്ഞാൽ ചിക്കൻ ആവശ്യമായിട്ടുള്ള കമ്പുകളെല്ലാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് സംഘടിപ്പിക്കാം. അതിൻ്റെ സ്റ്റിക്ക് വടികളും കാര്യങ്ങളൊക്കെ കൊണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ കറക്റ്റ് അളവിന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കണം. സ്റ്റാൻഡ് ചെയ്യാനുള്ള രീതിയിൽ. ഊഞ്ഞാൽ ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കൻ എത്തിയിട്ടുണ്ട്. അതിന് നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് കഴുകണം. ഇങ്ങനെ ഇതാണ് നമ്മുടെ ഫ്രഷ് ചിക്കൻ. നല്ല അടിപൊളി കോഴിയാണ് കിട്ടിയേക്കുന്നതെന്ന്. ഇനി നന്നായിട്ട് കഴുകാം. അതിൻ്റെ കൂടെ ഈ കരളും അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ നമുക്കിപ്പോൾ ആവശ്യമില്ല, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ചിക്കൻ കഴുകാം. നല്ല വൃത്തിക്ക് അതിൻ്റെ അകവും പുറവും അകമൊക്കെ നല്ല വൃത്തിക്ക് കഴുകണം. ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത് എന്നാലേ ചിക്കൻ നല്ല വൃത്തിയാവും. നമ്മുടെ കോഴി നല്ല നൈറ്റാണ്. അടിപൊളിയായിട്ട് നീറ്റായിട്ട് ഞാൻ വാഷ് ചെയ്ത് കഴുകി കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ഇല മുറിക്കണം. ഇല നമുക്ക് ഇവിടുന്നപ്പം വാഴയില ഒരെണ്ണം മുറിക്കണം.
ചിക്കൻ ആവശ്യമായിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. നാരങ്ങ നമുക്ക് വേണം, പിന്നെ ചിക്കൻ മസാല, ഉപ്പ്, മുളക് പൊടി, ജീരകപ്പൊടി, കുരുമുളക്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. വളരെ സിമ്പിളാണ്, അത്യാവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്കിപ്പോൾ അത് ഓരോന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ മസാലയും ഉപ്പും കൂടെ ഞാൻ ആദ്യമായിട്ട് മിക്സ് ചെയ്യാണ്. ആ പൊടികളെല്ലാം നമുക്ക് ഫസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ആ ഡ്രൈ ആയിട്ടുള്ളതെല്ലാം ആദ്യമേ അങ്ങോട്ട് മിക്സ് ആയിക്കോട്ടെ. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ പൊടികളെല്ലാം മിക്സ് ചെയ്യുകയാണ് നന്നായിട്ട്. ഉപ്പും മുളക്, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ജീരകപ്പൊടി, ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറേശ്ശെ ആഡ് ചെയ്യാം. അങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് അതിൽ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലൊരു കുഴമ്പ് പരുവത്തിലാക്കുക. ആക്കിയിട്ട് നമുക്ക് ഒരു പകുതി നാരങ്ങ അതിലേക്ക് പുഴിഞ്ഞൊഴിക്കാം. പകുതി നാരങ്ങയുടെ ആവശ്യം വരുള്ളൂ, അധികമൊന്നും വേണ്ടി വരില്ല. അത് പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എക്സ്ട്രാ നാരങ്ങ ആഡ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ നീര് ആഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ആകെ ഒരു ഹാഫ് നാരങ്ങ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ. അങ്ങനെ അത് മിക്സ് ചെയ്ത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും നല്ല അടിപൊളിയായിട്ട് കുഴച്ച് നല്ലൊരു കുഴമ്പ് പരുവത്തിനാക്കുക. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു. അതാണ് മസാല ഇപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കെടുത്ത് ഇലയിലേക്ക് വെച്ചു. ഇനി അപ്പോൾ നമ്മുടെ ഇവിടെ റെഡിയായിരിക്കുന്ന മസാലയുണ്ട്. പിന്നെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ മസാല നമുക്ക് അതിലേക്ക് പുരട്ടുകയാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. നമുക്ക് ആ ചിക്കനിൽ വരകളിട്ട് കൊടുക്കണം. ചിക്കനിൽ എല്ലാ സൈഡിലും വരകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു 3-4 വര ഒരു സൈഡിലിടുക. അതുപോലെ അതിനെ തിരിച്ച് വെച്ചിട്ട് അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഒരു 3-4 വരകൾ ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ട് കൊടുക്കുക. എന്നാലേ നമുക്ക് അതിനകത്തേക്ക് മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്. അതുപോലെ കാലിലും 2 കാലിലും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നല്ലപോലെ വരഞ്ഞു വിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുക, നന്നായിട്ട് എല്ലായിടത്തും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അടുത്ത കാലിലും വരയ്ക്കുക. ഇതുപോലെ വരയ്ക്കണം. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാല പുരട്ടി കൊടുക്കാം. മസാല പുരട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ വരഞ്ഞ സ്ഥലങ്ങളിൽ അതിനുള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കണം. എന്നാലേ ശരിക്ക് ചിക്കൻ വെന്ത് വരുള്ളൂ. ഇല്ലെങ്കിൽ ഉള്ളു ശരിക്ക് വേകാണ്ട് പോകും. അപ്പോൾ നന്നായിട്ട് മസാല അതിന് ഉള്ളിലേക്കൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വെന്ത് വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് മസാല നന്നായിട്ട് തേക്കുക. അപ്പോൾ പുറത്ത് ആദ്യം ഫുള്ള് എല്ലാ സൈഡുകളിലും ആദ്യം മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ദേഹത്തും കാലിലും ഒക്കെ നന്നായിട്ട് മസാല പുരട്ടുക. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് എല്ലായിടത്തും വരയ്ക്കുന്നത് ബാക്ക് സൈഡിലും നന്നായിട്ട് വരകൾ ഇട്ട് കൊടുക്കുക. ഫ്രണ്ടിൽ മാത്രം ഇട്ടിട്ട് മാറുന്നത് ബാക്കിലും അതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. അതിലെല്ലാത്തിലും നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കുക. അപ്പോൾ പുറത്ത് ഫുള്ള് മസാല പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉൾഭാഗത്തേക്കും കൂടി പുരട്ടി കൊടുക്കുക. മസാല അകത്തേക്ക്, ചിക്കൻ്റെ അകത്തേക്കൊക്കെ മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കണം. പിന്നെ അതുപോലെ കഴുത്തിൻ്റെ ഭാഗത്തും അവിടെയും നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഇതുപോലെ നല്ല രീതിയിൽ പുരട്ടുക മസാല. ഈ കാലല്ല, കൈ.
നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് പുറം വശമെല്ലാം പുരട്ടി കഴിഞ്ഞു, നന്നായിട്ട് ആയിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ എല്ലായിടും ചെക്ക് ചെയ്യുക, നന്നായിട്ട് പുരട്ടിയിട്ടുണ്ടോ, എല്ലായിടത്തും മസാല എത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് അതിന് ഉള്ളിലേക്ക് നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കാം. ബാക്കിയുള്ള മസാല അതിൻ്റെ ഉൾഭാഗത്തേക്ക് പുരട്ടി കൊടുക്കണം. ഉള്ളിൽ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കണം, കുറച്ചധികം ഇട്ട് കൊടുക്കണം. കാരണം നന്നായിട്ട് ഉള്ളും കൂടെ വേകാനുള്ളത് കൊണ്ട്, ഇല്ലെങ്കിൽ ഉൾഭാഗം വേകാണ്ട് പോകും. അതുകൊണ്ട് നന്നായിട്ട് ഉള്ളിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കുക. മസാല ആവശ്യത്തിനുണ്ട്, നമുക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. അകവും പുറവുമായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതിപ്പോൾ മസാല നമ്മൾ തേച്ചതിന് ശേഷം നമുക്ക് ഒരു 10-15 മിനിറ്റ് അതിന് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചേക്കുക. ആ സമയത്ത് നമുക്ക് ബാക്കി അതിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കാനും അതിൻ്റെ പരിപാടിയും ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇനി നമുക്ക് ഇലയൊന്ന് വാട്ടണം. ഇത് നമുക്ക് ആ പൊതിയാനുള്ള ഇലയാണ്, ചിക്കൻ പൊതിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഇലേനെ ഒന്ന് നന്നായിട്ട് ചെറിയ തീയിൽ കാണിച്ച് ഒന്ന് വാട്ടിയെടുക്കുക. ഓപ്പോസിറ്റുള്ള പറമ്പിൽ നിന്ന് നമ്മൾ കുറച്ച് വിറകൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ടെറസിലാണ് നമ്മുടെ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് കൊണ്ടുവന്ന കമ്പൊക്കെ വെറുതെ ആയിപ്പോയി. അപ്പോൾ ഇത് നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കിയിടുന്ന ഇതായിരുന്നു, സ്റ്റാൻഡായിരുന്നു, അയയായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മളിപ്പോൾ ഊഞ്ഞാൽ കെട്ടാൻ പോകുന്നത്. ഇത് അത്യാവശ്യം ബലം കിട്ടും എന്ന് തോന്നുന്നു. ഇത് അത്യാവശ്യം ബലമുണ്ട്. കാരണം നമ്മൾ മുമ്പ് വെട്ടിക്കൊണ്ടുവന്ന കമ്പുകളൊക്കെ വെച്ച് സ്റ്റാൻഡ് ഉണ്ടാക്കി നോക്കി, പക്ഷേ അതിൽ ബലക്കുന്നില്ലായിരുന്നു. ഇത് ഓക്കെയാണ്, നല്ല അത്യാവശ്യം ബലമുണ്ട്. നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഏകദേശം 15 മിനിറ്റോളം ഇരുന്നു അത്. ഇനി നമുക്ക് അതിനെ നമ്മൾ വാട്ടി വെച്ചിരുന്ന ആ ഇല കൊണ്ട് നന്നായിട്ട് പൊതിയാം. അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് പൊതിയാം. സൂക്ഷിച്ച് പൊതിഞ്ഞില്ലെങ്കിൽ ഇല കീറിപ്പോവും. എൻ്റെ ഇല കീറിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഈ ഇലയും കൂടെ ചേർത്തിട്ട് പൊതിഞ്ഞെടുക്കാം. നന്നായിട്ട് പൊതിയാം. ഇലയിൽ പൊതിയുമ്പോൾ ആ ഇലയുടെ പ്രത്യേക ഒരു മണം ഉണ്ടാവും ആ ചിക്കന്. അത് അടിപൊളിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഫോയിൽ പേപ്പറാണ്. ആ ഫോയിൽ പേപ്പറിൽ നന്നായിട്ട് നമുക്ക് ചുരുട്ടിയെടുക്കണം. ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഫോയിൽ പേപ്പറിലേക്ക് ആ ചിക്കൻ ഇലയിൽ പൊതിഞ്ഞതിനെ നമുക്ക് നന്നായിട്ട് പൊതിയാം. അത്യാവശ്യം ഫോയിൽ പേപ്പർ, ഒരുപാട് ഫോയിൽ പേപ്പർ നമുക്ക് എടുക്കേണ്ടി വരും, കുറച്ചൊന്നും പോരാ. നന്നായിട്ട് ആ ഫോയിൽ പേപ്പറിലേക്ക് ഇത് വെച്ച് ചിക്കനെ നന്നായിട്ട് പൊതിഞ്ഞ് എടുക്കുക. ഇപ്പോൾ പൊതിഞ്ഞ് നല്ലൊരു ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നമ്മുടെ കെട്ടുകമ്പി എടുത്തിട്ട് കെട്ടുകമ്പി വെച്ച് ഫുള്ള് ചുറ്റി കെട്ടണം. നല്ല അടിപൊളിയായിട്ട് ചുറ്റി കെട്ടണം. നല്ല ടൈറ്റായിട്ട് കെട്ടിക്കോ, ലൂസായി പോകരുത്. എന്നാൽ അഴിഞ്ഞ് നമ്മൾ തീയുടെ മുകളിലേക്ക് വീഴും. നല്ല ടൈറ്റായിട്ട് കെട്ടുക. കെട്ടിയിട്ട് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, മുകളിലും താഴെയും ഓരോ കമ്പി എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കെട്ടണം. കാരണം ഊഞ്ഞാലിലേക്ക് തൂക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കയറാണത്. അപ്പോൾ നമ്മൾ പകുതി താഴെയും വേവിക്കണം, പകുതി മുകളിലും വേവിക്കണമല്ലോ. അപ്പോൾ രണ്ട് സൈഡിലേക്കും ഓരോ കമ്പികൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചേക്കുക. എന്നാലേ നമുക്ക് അത് മാറ്റി മാറ്റി ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വലിച്ച് നോക്കുക പൊട്ടിപ്പോകുന്നുണ്ടോന്ന്. ഇപ്പോൾ ഓക്കെ ആയി. ഇനി അതിനെ നമ്മൾ പയ്യെ അതിലേക്ക് തൂക്കാൻ പോവുകയാണ്.
നല്ല ടൈറ്റായിട്ട് കെട്ടിക്കോളുക, അല്ലെങ്കിൽ പൊട്ടി താഴെ വീഴരുത്. കെട്ടുമ്പി നല്ല ബലമുള്ള കെട്ടുമ്പിയാണോ നോക്കി വേണം കെട്ടാൻ. ഇതിപ്പോൾ ഓക്കെ ആയി. ഇനി നമുക്ക് വിറകെല്ലാം അതിലേക്ക് ഒടിച്ച് ചെറിയ പീസായിട്ട് ഇടാം. ഞാൻ ആ പാത്രം വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നിലം വൃത്തികേടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ പാത്രം യൂസ് ചെയ്ത. പാത്രത്തിന് നിർബന്ധമൊന്നുമില്ല. വിറകൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത് തീ കത്തിക്കുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് കത്തിക്കുക. അത് നന്നായിട്ട് ഊതി കൊടുക്കണം. ഊതി കൊടുക്കുമ്പോഴത്തേക്ക് അത് നല്ല ആളി കത്തിക്കോളും, ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. കണ്ടോ, അതിപ്പോൾ നന്നായിട്ട് ഊതി കൊടുത്തുകൊണ്ട് നന്നായി കത്തി കയറി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഓലയോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക, അപ്പോൾ നല്ല കത്തിക്കൊണ്ടിരിക്കും. നല്ലപോലെ കത്തുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. ഓലയാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നു. ഓല ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ആളി കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അടിഭാഗം എന്തായാലും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കതിനെ അഴിച്ചിട്ട് ഒന്ന് അതിൻ്റെ മേൽഭാഗം അടിയിൽ വരുന്ന രീതിയിൽ തിരിച്ച് കെട്ടണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത്, ആ മേളിൽ കെട്ടിയിരുന്ന കമ്പീനെ അതിൻ്റെ താഴത്തെ ഇതിൽ കൂടി കൊണ്ടുവന്നിട്ട് അവിടെ ജസ്റ്റ് ഒരു കെട്ട് പോലെ കെട്ടും. എന്നിട്ട് അതിനെ വീണ്ടും അപ്പോഴേക്കും ആ മുകളിലത്തെ ഭാഗം അടിയിലായി കഴിഞ്ഞ് ഇനി ഒന്ന് വലിച്ചു നോക്കുക, നല്ല ബലം ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് വീണ്ടും അതിലേക്ക് നല്ല ബലത്തിൽ ഊഞ്ഞാലിലേക്ക് അങ്ങോട്ട് കെട്ടുക. കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് ഹൈറ്റ് ഇറക്കി തന്നെ കെട്ടാൻ നോക്കുക. കാരണം അത് ആ തീയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നാൽ നല്ല രീതിയിൽ വെന്ത് വരുള്ളൂ. ഇനി നമ്മൾ പഴയ വിറകുകളെല്ലാം കത്തിക്കഴിഞ്ഞ് അതുകൊണ്ട് പുതിയ വിറകുകൾ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഊതി കൊടുക്കുക. കുറച്ച് ഓലയും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ആളി കത്തിക്കോളും. അപ്പോൾ ഇപ്പോൾ എന്താ വീണ്ടും ആളി കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് ഇങ്ങനെ കത്തിയിരിക്കട്ടെ. സന്ധ്യയായി, നന്നായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത കുറച്ച് ലേറ്റായിരുന്നു, അതുകൊണ്ടാണ്. സാരമില്ല. പക്ഷേ നമ്മുടെ ചിക്കൻ ഏറെക്കുറെ ഇപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. 15 മിനിറ്റോളം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എന്തായി എന്നുള്ളത്. ഒരു ഏകദേശം ഒരു 15-20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തീ മൊത്തം കത്തിക്കഴിഞ്ഞ് കനൽ മാത്രമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പയ്യെ അതിനെ അഴിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ ഊഞ്ഞാൽ ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോയിട്ട് ഓപ്പൺ ചെയ്തു നമ്മുടെ റൂമിലേക്ക് കൊണ്ടുപോകാൻ. നമ്മുടെ ഊഞ്ഞാൽ ചിക്കൻ എത്തിയിരിക്കുന്നു. പിന്നെ നമുക്ക് വാഴയിലയിൽ വയ്ക്കാം. വാഴയില വേണ്ട, നമുക്ക് ഒരു പേപ്പറിലേക്ക് വയ്ക്കാം, അല്ലെങ്കിൽ കരിയാവും. അപ്പോൾ പേപ്പറിലേക്ക് നമുക്കതിനെ വെക്കാം. എന്നിട്ട് ഇനി ആ കമ്പിയൊക്കെ അഴിക്കണം. നമുക്ക് പയ്യെ കമ്പി അഴിച്ചെടുക്കാം. പിന്നെ അതങ്ങോട്ട് നീക്കി വെക്കാം. അടുത്തിട്ട് നമുക്ക് വാഴയില എടുത്ത് വെച്ചിട്ട് വാഴയിലയിലേക്ക് അതിനെ നമുക്ക് വയ്ക്കാം. കാരണം ഇനി ഏകദേശം ഒരു ലെയറും കൂടെ ബാക്കിയില്ല പൊളിക്കാനായിട്ട്. അപ്പോൾ ഇലയിലേക്ക് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുറന്നിരിക്കുകയാണ് ഇല. എന്നിട്ട് ആ ഫോയിൽ പേപ്പർ മാറ്റിയിട്ട് നമുക്ക് ഇല ഓപ്പൺ ചെയ്യാം. ആ വാഴയിലയുടെ ഇതിനകത്ത് വെച്ചിട്ടുള്ള ആ സ്മെല്ലൊരു രക്ഷയില്ല. കഴിക്കാനായിട്ട് കൊതിയാവുകയാണ്.
ആ മസാല ഇതെല്ലാം കൂടെ പിടിച്ചിട്ട് അതിൻ്റെ ആ സ്മെല്ല് അതാ തുറക്കുകയാണ് നമ്മുടെ സ്വാദിഷ്ടമായ ഊഞ്ഞാൽ ചിക്കൻ. അതാ തുറക്കാൻ പോവുകയാണ്. നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ ആ സ്മെല്ലും ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. ആഹാ, ആ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ആഹാ, നമ്മുടെ ഊഞ്ഞാൽ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. അതിൻ്റെ ആ മണമൊക്കെ അടിച്ചിട്ട് എനിക്ക് എങ്ങനെയും കഴിച്ചാൽ മതി എന്നായി പോയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് പൊളിച്ച് നോക്കാം. ഭയങ്കര ചൂടാണ്, അയ്യോ രക്ഷയില്ല, ചൂടാണ്, പക്ഷേ നല്ല സോഫ്റ്റുമാണ്. ഇപ്പോൾ വേണ്ട എന്ത് ഭംഗി നോക്ക്, നമ്മുടെ ആ ഊഞ്ഞാൽ ചിക്കൻ നല്ല കിടിലമായിട്ട് വെന്ത് അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്യണം. എനിക്ക് ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. എളുപ്പം തോന്നില്ല. നമ്മൾ ഇത്രയും ചെയ്തിട്ട് മുളക് സംഭവം കുറച്ച് സ്പൈസിയാണ്. ഞങ്ങൾക്ക് സ്പൈസി കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഏത് നല്ല ടേസ്റ്റാണ്. ഈ എന്താ പറയാ, ആ ഹാർഡ് വർക്ക് എഫേർട്ട് എടുത്തത് ഗുണമാണ്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വിറക് എടുത്തു വെക്കണ്ടാണ്. ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് വിറകിന് വേണ്ടി ഓടേണ്ടി വന്നു. അത് ആദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം പൊളിയാവും. നിന്റെ നടുക്ക് ശരിയാവില്ല. നല്ല ടേസ്റ്റ്. അപ്പൊ ശരി, എല്ലാവരും ട്രൈ ചെയ്യുക. പൊളി സാധനമാണ്. ഒരുപാട് നേരം വേണ്ട, അരമണിക്കൂർ മതി. അരമണിക്കൂർ, അത് 15 മിനിറ്റ് നമ്മൾ ഒരു സൈഡ് വേവിക്കുക, അതേ 15 മിനിറ്റ് തിരിച്ചിട്ട് വേവിക്കുക. പൊളിയാണ്. അത്രേ ഉള്ളൂ. സെറ്റ്, അടിപൊളി, നൈസ് സാധനം. അല്ല ഇവരെ എത്തിച്ചാൽ ശരിയാവില്ല.